ചൂടാറ് ഉപ്പിടാം അല്ലേ? ഓക്കെ, കല്ലുപ്പിട കേട്ടോ. അപ്പം നമ്മൾ ഇന്നത് ഉണ്ടാക്കണില്ല അല്ലേ സെബേബി? എന്നാ ഉണ്ടാക്കുന്നത്? നാളെ. അത് ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ആവശ്യത്തിന് എല്ലാം ഉപ്പിട്ട് കേട്ടോ. ഉപ്പ് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ഉപ്പ് കഴിക്കും. ഓക്കെ, ഇത് ഒരു ഗ്ലാസിൻ്റെ ബൗളിലാക്കിയേക്കാം. എന്നിട്ട് നമ്മൾ നാളെ ഇത് ഉണ്ടാക്കാം. നാളെ നമ്മൾ ഇനി ഇതെടുത്തിട്ട് അച്ചാറുണ്ടാക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ബേബി? നല്ല റെഡ് കളറ് ചെറി പോലെ ഉണ്ടാവും. ഇത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ, ഇടാൻ കേട്ടോ. നമുക്കിത് അടച്ച് വെച്ചിട്ട് നാളെ നോക്കാം. കുലുക്കണം അല്ലേ? ഓക്കെ. അടുത്ത ദിവസം ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ ലവ്ലി കണ്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഉപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിൽ നല്ല പിടിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ആണ് ഇട്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഉലുവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ടെടുത്തു. ഒന്ന് വഴറ്റുക. കളറൊന്നും മാറുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ലവ്ലിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. കടുക് ഉലുവ പൊടിച്ചിട്ട് കൊടുക്കാം. കായ്പൊടി ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് വിനാഗിരി വെച്ചെടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ വിനാഗിരി വെച്ച് കൊടുത്തത് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് മിക്സാക്കി കൊടുക്കുക. നമ്മൾ അടിപൊളി ലവ്ലിക്കാപ്പിക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. നല്ല കട്ടിയുള്ള പിക്കിളായിട്ട് വരും. ഇത് നമുക്കൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട്
ഇങ്ങനെ ഭരണിയിലാക്കി വെച്ചിട്ട് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.